ഹായ് ഹലോ. ഈ രാത്രി എങ്ങോട്ടാ റെഡിയായി പോകുന്നതെന്നല്ലേ? ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. നമ്മളങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. വീക്കെൻഡ്സാണ് കൂടുതൽ കഴിക്കാറ്. അപ്പോൾ ഇന്നൊരു വെനസ്ഡേയാണ്. ഇത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഒരു വെനസ്ഡേ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അതുമല്ല, ഇന്നൊരു മഴയില്ലാത്ത ദിവസം കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പ്ലാൻ ഇട്ടു പോവാമെന്നുള്ളത്. എവിടുന്ന് കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ഇട്ടുണ്ട്. അതിൽ ടെൻഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്കും കൂടെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് പോവാം. രണ്ടുപേരും തമ്മിൽ ഒരു മാച്ചുള്ള ഡ്രസ്സൊന്നുമല്ല ഇട്ടത്, അതൊന്നും സാരമില്ല. വാ നമുക്ക് പോവാം. ഈ ഇരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ കൂടെയുള്ള ആളുണ്ടല്ലോ, ബൈക്കിൻ്റെ കീ എടുക്കാൻ മറന്നുപോയേ. അപ്പോൾ അത് എടുക്കാനായിട്ട് മേലേക്ക് പോയതാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞങ്ങളെ ലിവിങ് റൂം, അതായത് എൻട്രൻസ് കാണിച്ചു തരാമെന്ന്. ഇവിടെ വലിയൊരു അക്വേറിയം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെയോ പേരറിയാത്ത കുറേ മീനുകളുണ്ട്. അതിനെ നോക്കി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ആളിങ്ങെത്തി. ഇവിടെ പൊതുവേ മഴ കുറവാണ്. ഞാൻ വിചാരിക്കും കേരളത്തിൽ ഏറ്റവും കുറവ് മഴ പെയ്യുന്നത് ട്രിവാൻഡ്രമാണെന്ന്. പക്ഷേ ട്രിവാൻഡ്രത്താണ് ആദ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ പെയ്തിട്ടേ ഇല്ല. അപ്പോഴേക്കും നമ്മളെ സ്ഥലത്തെത്തി കേട്ടോ. നമ്മൾ കഴക്കൂട്ടത്തുള്ള ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൻ്റെ ഒക്കെ ആ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പർ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും മേ ബി. നമ്മുടെ സൈൻ ലബാൻ്റെ ഒക്കെ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവർക്ക് റെസ്റ്റോറൻറ്റ് മാത്രമല്ല, അതല്ലാണ്ട് ഒരു ബേക്കറിയും വരുന്നുണ്ട്. അതല്ലാണ്ട് ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ ബേക്കറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനേ നല്ല രസമാണ്. ഭയങ്കര നീറ്റായിട്ടായിരിക്കും. അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ നമുക്ക് തന്നെ തോന്നിപ്പോൾ. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഫുഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ബേക്കറി, ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുഡ് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കയറുന്ന സമയത്ത് തന്നെ ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് വലിയൊരു ബോർഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് പോവാം. ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം എന്താ കഴിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ അങ്ങ് കയറി ചെന്നു. ഇന്ന് വെനസ്ഡേ ആയിട്ട് പോലും നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. കൂടുതൽ ഫാമിലീസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ടെക്നോ പാർക്കിലെ ടെക്കീസും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടുത്തെ മെനു കാർഡെല്ലാം നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവർ കൊണ്ടു തന്നതല്ലേ. കാരണം എന്താ കഴിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലേ. ഞങ്ങൾ മെയിനായിട്ട് ഇവിടുന്ന് ചിക്കൻ സ്റ്റീക്കാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. ഭയങ്കര റേറ്റും ഇല്ല, നല്ല കുറവുമല്ല, ഒരു ഏവറേജ്. എനിക്ക് അത്രയായിട്ടാട്ടോ തോന്നിയത്. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. ഈ ഗ്രിൽഡ് ചിക്കൻ ബ്രഷ് വിത്ത് മഷ്റൂം സോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീക്കാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാലഡാണ് ആദ്യം വന്നത്. എനിക്കിഷ്ടം ആദ്യം സ്റ്റീക്ക് കഴിക്കാനായിരുന്നു. കാരണം സ്റ്റീക്കിൻ്റെ ആ ചൂട് മാറുന്ന മുന്നേ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉള്ളത്. സാലഡും ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. വലിയൊരു പീസ് ചിക്കൻ കട്ട് ചെയ്തതും പിന്നെ ഒരു എഗ്ഗും ഉണ്ടായിരുന്നു. കുറച്ച് വെജീസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാൾട്ടും പെപ്പറും മാത്രം, കൂടുതൽ ഗാർണിഷൊന്നുമില്ല. ജസ്റ്റ് എന്തൊരു സോസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാലഡെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതിൽ ചിക്കനും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. വെജീസ് മാത്രം കുറേ നേരം കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ പച്ച ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അതങ്ങനെ കഴിക്കാണ്ട് ഞങ്ങൾ മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ കുഞ്ഞ് ബ്രെഡ് പീസ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള പോലെ കേട്ടോ. അപ്പോൾ ഞങ്ങളതെല്ലാം ആസ്വദിച്ച് കഴിച്ചു. അത് കഴിച്ച് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ സ്റ്റീക്ക് വന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കാണ്ട് സ്റ്റീക്കിലേക്ക് കടന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റീക്ക് ചൂടോട് കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഇതാണ് മഷ്റൂം സ്റ്റീക്ക് വരുന്നത്. ഈ പാത്രത്തിലും സോസാണ് വരുന്നത്. പിന്നെ ഈ ചിക്കൻ്റെ മേലെ നമുക്ക് ആ സോസ് തന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ മഷ്റൂം തന്നെയാണ്. 2 പീസ് സ്റ്റീക്ക് ഉണ്ട്, പിന്നെ ഒരു മഷ്റൂം സോസ് ഉണ്ട്, സ്മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ഒരു ബ്രെഡ് പീസും ഒരു കുഞ്ഞു കപ്പ് കേക്കുമാണ്. കപ്പ് കേക്ക് ഞങ്ങൾ കഴിച്ചിട്ടില്ല. കാരണം കപ്പ് കേക്ക് ഈ ഒരു കോമ്പിനേഷനിലേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാണ്ടിരുന്നത്. പക്ഷേ ചിക്കൻ നല്ല സോഫ്റ്റായിരുന്നു. ഈ ചിക്കനും മഷ്റൂം സോസും സ്മാഷ്ഡ് പൊട്ടാറ്റോയും കൂടെ ഉള്ള ആ കോമ്പിനേഷൻ, ആ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ബീഫ് സ്റ്റീക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബീഫ് സ്റ്റീക്കും ചിക്കൻ സ്റ്റീക്കും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ബീഫ് സ്റ്റീക്കാണ്. അതിനൊരു കുറച്ചുകൂടെ റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുമല്ല അതിൽ ഇത്ര മസാലാസ് അതല്ലെങ്കിൽ സോസ് ഇല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് മുന്നിൽ നിൽക്കുമായിരുന്നു, ബീഫിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കുമായിരുന്നേ. അതുകൊണ്ട് എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് സ്റ്റീക്കല്ല വേറെ എന്തെങ്കിലുമാണ് മൈൻഡിൽ വിചാരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകം പറയേണ്ടത് ആ സ്റ്റീക്കിൻ്റെ സോഫ്റ്റ്നെസ് ആയിരുന്നേ. ആ നൈഫ് വെച്ച് ജസ്റ്റ് തൊടുമ്പോഴേക്കും അത് പീസായി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. വേറൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. അപ്പം ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്